ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് എടുത്ത് കൊടുക്കും. ഒരുപാട് ലഹരി ഉപയോഗിക്കുന്ന പിള്ളേർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടുള്ളൊരു വിഭാഗം ഏതാണെന്ന് അറിയോ? വണ്ടിക്കച്ചവടം. വണ്ടിക്കച്ചവടം മലപ്പുറത്തെ ഏറ്റവും കൂടുതലൊരു സംഭവമാണ് കേട്ടോ. തൃശ്ശൂർ സൈഡിലേക്ക് അത്രയ്ക്കില്ല. വണ്ടിക്കച്ചവടം ചെയ്യുമ്പോൾ കയ്യിൽ കാശ് കിട്ടാം. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി. ഞാൻ ഈ പ്രൊഫഷൻസിനൊന്നും എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷെ ചില മേഖലകൾ, പാചകത്തിന്റെ മേഖല, കയ്യിൽ കാശ് കിട്ടുന്ന മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. കയ്യിൽ നേരിട്ട് കാശ് വരുന്നു. കുറച്ച് ദിവസം ഒരു പയ്യൻ പറഞ്ഞു, സാറേ മരുന്നൊന്നും എഴുന്നേരം എനിക്ക് വേഗം പോണത്, അല്ലെന്ന് വൈകുന്നേരം മണൽക്കടുത്തുണ്ട്. വൈകുന്നേരം മണൽക്കടുത്തുണ്ടെന്ന് അവന്. ഇപ്പൊ വേഗം ഒന്ന് പോണം സാറേ, സാറ് മരുന്ന് തരും. അവന് മരുന്നും കഴിക്കുന്നുണ്ട്, മണൽക്കടത്തിനും പോകുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കും. തമ്മിൽ ഭേദം തൊമ്മൻ. ഞാൻ പറഞ്ഞു, നീ അറ്റ്ലീസ്റ്റ് ലഹരി നിർത്തിയല്ലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ ഒരു പോക്ക് എങ്ങടാണെന്നുള്ളത്. ഈ രണ്ട് പിള്ളേരെ ചൂണ്ടിക്കാണിച്ച് അവർക്ക് കുറച്ച് കാശ് കൊടുത്ത് അവരാദ്യം വരുതിയിലാക്കുക, അവരുടെ ആ വീക്ക്നെസ്സിൽ കയറി പിടിക്കുക. പിന്നെ അവിടെ നിന്ന് അങ്ങടെ ആ ബാച്ചിൽ ഓരോന്നോരോന്നായി കൊടുക്കുക. അങ്ങനെയാണ് പെൺപിള്ളേരുടെ തീരുന്നത്. ഉമ്മമാരെ ഒരു കാര്യം അറിഞ്ഞോട്ടോ, നിങ്ങളുടെ പെൺപിള്ളേരിൽ പലരും ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്, പാവങ്ങളായി നിങ്ങൾക്ക് അറിയാത്ത. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു പെൺകുട്ടി പറഞ്ഞു, അവളുടെ ഉമ്മൂമ്മയ്ക്ക് കൊടുക്കുന്നൊരു ഗുളികയുണ്ട്, തരിപ്പിനുള്ളത്. ആ തരിപ്പിന്റെ ഗുളിക പാവ ഉമ്മൂമ്മയ്ക്ക് 2 എണ്ണം വെച്ച് കൊടുത്തിട്ട് ഉമ്മൂമ്മേനെ കെടുത്തി ഉറക്കിയിട്ട് അവൾ വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തുറക്കുക. പയ്യൻ വരും, ലഹരി ഉപയോഗിക്കും. ബാക്കിയുള്ള എന്താ വെച്ചാൽ നിങ്ങൾ ചിന്തിച്ചോളൂ. ഇത് നമ്മളുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. ഞാൻ വിചാരിച്ചു ഞാൻ എല്ലാം കണ്ടുവന്നു. ഭാര്യയുടെ MDMA ചികിത്സയ്ക്ക് ഭർത്താവ് കൊടുത്ത് അഡ്മിറ്റ് ആക്കി എൻ്റെ ഹോസ്പിറ്റലിൽ. ഊഹിക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു കാലഘട്ടം? ഭാര്യയുടെ ലഹരിക്ക് വേണ്ടിയിട്ട് ഭർത്താവ് കൊടുത്ത് എൻ്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. എങ്ങനെയുണ്ട് നമ്മുടെ നാട് പോകുന്നൊരവസ്ഥ? മനസ്സിലായോ? അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇതായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് പറയണേ, പഴയ തലമുറത്തെ ആൾക്കാരാണ്. എൻ്റെ അമ്മ എനിക്ക് പറയാം, അയ്യോ മോനെ, സ്ത്രീകളൊന്നും ലഹരി ഉപയോഗിക്കില്ല, അതൊക്കെ അമേരിക്കയിലത്തെ പെണ്ണുങ്ങളല്ലേ. എന്താ യൂറോപ്പ്, അമേരിക്ക, വിദേശ രാജ്യത്തെ പാശ്ചാത്യവൽക്കരണം നടത്തിയ രാജ്യം, അവിടെയൊക്കെയാണ് ഇതൊക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിൽ പെണ്ണുങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരത്തികളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളൊക്കെ എടുപ്പെന്താണ്. മനസ്സിലായോ? സോഷ്യൽ മീഡിയയും ശിഥിലമായി പോകുന്ന കുടുംബങ്ങളും വിഷാദരോഗം ആ ഒരു വളമൊരുക്കിയിരുന്നു ലഹരിക്ക് വേണ്ടിയിട്ട്. ഇനി ഞാൻ ലഹരിയുടെ പറ്റി പറഞ്ഞുതരാം. ഇതിൽ പലതും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും എല്ലാവർക്കും അറിയാൻ വേണ്ടി, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഋഷിരാജ് സിംഗ് സാർ പറഞ്ഞ പോലെ സ്ത്രീകളാണ് വീട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. എന്തൊക്കെ വന്നാലും നമ്മുടെ സമൂഹത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഇപ്പോഴും പുരുഷന്മാർ പാചകം ചെയ്യുന്നില്ല എന്നല്ല, എന്നാലും സ്ത്രീകളാണ് ഇപ്പോഴും വീടെന്ന് പറഞ്ഞാൽ. ഇന്ത്യ ബേസിക്കലി ഒരു നമ്മുടെ രാജ്യത്തിന് നെടുന്തൂണം നമ്മുടെ സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളാണ് നമ്മുടെ കുടുംബങ്ങളെ നോക്കുന്നവർ, അതിലൊരു സംശയമില്ല. അപ്പോൾ ഈ സ്ത്രീകൾ അറിഞ്ഞിരിക്കണം ഓരോരുത്തരും സ്വഭാവ വ്യത്യാസം. ഞാൻ പറഞ്ഞുതരാം. ചില പുരാതന കാലമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്, നമ്മുടെ നാട്ടിലെ കാരണവന്മാരൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഏതാ? സിഗരറ്റ്, അല്ലെങ്കിൽ ബീഡി, അല്ലെങ്കിൽ പൊടി, അല്ലേ, മുറുക്കാൻ, നിക്കോട്ടിൻ എന്ന് പറഞ്ഞ സംഭവമാണ്. അത് ചില പുരാതന കാലമായിട്ട് നമ്മൾ എൻ്റെ എത്രയോ കാരണവന്മാരെ, എൻ്റെ അമ്മൂമ്മയൊക്കെ മുറുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മദ്യവും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതുകൊണ്ടാണല്ലോ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അറേബ്യയിൽ നബി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, മദ്യത്തിന് വേണ്ടി എല്ലാ തിന്മകളുടെയും മാതാവാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം അതുകൊണ്ടാണ്. കാരണം അന്നത്തെ കാലത്ത് അത്രയ്ക്ക് മദ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടൊന്നും നല്ല ഇതൊക്കെ മോശപ്പെട്ട സംഭവമാണ്. ക്യാൻസർ ഉണ്ടാക്കും ഒക്കെ ആണെങ്കിലും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്രയോ കാരണവന്മാർ വീഡിയോ ചേർന്നിട്ടുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഭ്രാന്തായിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. മിലിറ്ററിക്കാരും പോലീസുകാരും, അല്ല, മിലിറ്ററിക്കാർക്കൊക്കെ അതിന് കോട്ട എടുക്കുന്നുണ്ട്. എത്ര മിലിറ്ററിക്കാർ ഭ്രാന്തായി നിങ്ങൾ കണ്ടിട്ടുണ്ട്? ശരിയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ മദ്യം ലഹരിയാണ്. മദ്യം കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, അടിമുടി അസുഖങ്ങളുണ്ടാവും, സിഗരറ്റ് കാരണം ഉണ്ടാവും, ക്യാൻസർ ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ബാധിക്കുന്ന പ്രശ്നം ഇതിലെക്കാട്ടിയൊക്കെ വലുതാണ്. നമ്മളിപ്പോൾ ബാധിക്കുന്ന പ്രശ്നങ്ങൾ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയും. മനുഷ്യനിർമ്മിത, നമുക്ക് ഉള്ള പുലിവാല് പോരാഞ്ഞിട്ട് മനുഷ്യനിർമ്മിതമായ ഡ്രഗുകൾ ഉണ്ടാക്കിയുള്ളത്. ഇതിന് ചരിത്രം എന്ന് പറഞ്ഞുതരാം. ഇതിന് ചരിത്രത്തിലിരിക്കുന്ന 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ്. ഈ 2ാം ലോക മഹായുദ്ധ സമയത്ത് ഈ സോൾജർമാർ, ഈ ഭടന്മാർക്ക് കുറച്ച് ഉറക്കല്ലാതെ സജീവമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് സാധനങ്ങളാണ് ഈ മീഥൈൽഫെനിഡേറ്റ് എന്ന് പറഞ്ഞ സാധനം. ഈ മീഥൈൽഫെനിഡേറ്റ് ഉണ്ടാക്കിയത് ഭടന്മാർക്കായിരുന്നു.
അത് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് ഉപയോഗിച്ചപ്പോൾ തന്നെ മനസ്സിലായി പണി പാളിയിരുന്നു, അത് നിർത്തി. പക്ഷെ മനുഷ്യനല്ലേ, എന്തും ഒരു കപടത്തരം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തും. അത് കണ്ടെത്തി നമ്മൾ സ്വയം നിർമ്മിച്ചു.